നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് കണ്ണൂരിൽ സിപിഐഎം ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പടക്കം പൊട്ടിച്ച സ്ഥലം അവരെ കൊണ്ട് തന്നെ സിപിഐഎം പ്രവർത്തകർ വൃത്തിയാക്കിച്ചു. ഇലങ്കേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് സംഭവം. നമുക്ക് ആ പടക്കം പൊട്ടിച്ച ദൃശ്യമൊന്ന് കാണാം. നിങ്ങൾ ജയിച്ചതോ അത് നമ്മളെ വിഷയമൊന്നുമല്ല. തോറ്റാലും ജയിച്ചാലും കേട്ടാ, നിങ്ങൾക്ക് വലിയതായിരിക്കും കേട്ടാ. ആഫീസിന് മുമ്പിൽ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഉറക്കം പൊട്ടിക്കലാ നിങ്ങളെ പരിപാടി. രാകേഷ് മാസം നിങ്ങളെ കോൺഗ്രസിന് ഇത് മറ്റൊരു ഏർപ്പാടാണ്. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, പടക്കം പൊട്ടിച്ചവരെ കൊണ്ട് തന്നെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റിച്ച ഒടുവിൽ സിപിഐഎം. തീർച്ചയായിട്ടും സുജിയ, തോറ്റാലും ജയിച്ചാലും അത് ഞങ്ങളെ ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിച്ചതിൻ്റെ അവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ വൃത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് ആ പടക്കം പൊട്ടിച്ച അവശിഷ്ടങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കിച്ചത്. കണ്ണൂർ തില്ലങ്കേരിയിലുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഈ നിലമ്പൂരിലെ വിജയാഘോഷ പ്രകടനം കോൺഗ്രസ് നടത്തിയത്. അവിടെ പടക്കം പൊട്ടിച്ചും അവിടെ നിന്ന് ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തു. പടക്കം പൊട്ടിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ആ ഓഫീസിന് നേരെ മുന്നിൽ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഓഫീസിനകത്തുണ്ടായിരുന്ന CPM പ്രവർത്തകർ എത്തുകയും കോൺഗ്രസ് പ്രവർത്തകരോട് ഇത് വൃത്തിയാക്കി പോകണമെന്നുള്ള കാര്യം പറയുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആ പടക്കം പൊട്ടിച്ച അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കുകയും ചെയ്തിരുന്നത്. ജയിച്ചാലും തോറ്റാലും ഒന്നും അത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല എന്നൊക്കെ ആ വീഡിയോയിൽ CPM പ്രവർത്തകർ പറയുന്നു. നമുക്ക് വ്യക്തമായി ജയിച്ചാലും തോറ്റാലും അത് അതാത് ഓഫീസുകളുടെ മുന്നിൽ ആഘോഷിച്ചാൽ പോലെ എന്തിനാണ് ഞങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്നിട്ട് ഈ പടക്കം പൊട്ടിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആ സ്ഥലമൊക്കെ വൃത്തിയാക്കിച്ചിട്ട് വിടുകയാണ്. അതും ജയിച്ചത് നിലമ്പൂരിലാണ്, പക്ഷേ പൊട്ടിച്ചത് തില്ലങ്കേരിയിലാണ്. തില്ലങ്കേരിയിലെ പാർട്ടിക്കാർ അത് നേരെ തൂത്ത് വാരിപ്പിച്ചിട്ടാണ് വിട്ടത്. അതാണ് ഇന്ന് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്.